എല്ലാവർക്കും നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. ദില്ലി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ ഹൈക്കോടതി ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മ തള്ളി. ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മയെ മാറ്റണമെന്ന് ഹർജി അതേ ജഡ്ജി തന്നെയാണ് തള്ളിയത്. സമ്മർദ്ദം ചെലുത്തിയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അസത്യം പ്രചരിപ്പിച്ചും കോടതിയുടെ വിശ്വാസ്യത ഇടിക്കാനുള്ള നീക്കത്തിന് കൂട്ടുനിൽക്കില്ലെന്നാണ് 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന വിധി പ്രസ്താവനയിൽ ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മ പറഞ്ഞത്. മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെ CBI നൽകിയ അപ്പീലാണ് ഹൈക്കോടതിയിലെത്തിയത്. കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് കെജ്രിവാൾ ഉന്നയിച്ച ഓരോ വാദത്തിനും എണ്ണിയും മറുപടി പറഞ്ഞാണ് ജഡ്ജി ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മ വിധി പറഞ്ഞത്. തൻ്റെ മക്കൾ കേന്ദ്ര സർക്കാരിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നു, അഭിഭാഷകയാണെന്നത് പക്ഷാതാപം ആരോപിക്കാൻ കാരണമല്ല. തൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയക്കാരും അഭിഭാഷകരുടെ മക്കൾ അഭിഭാഷകരായും രാജ്യത്ത് മാറുന്നുണ്ട്. ഇതിൽ തെറ്റില്ല. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തൻ്റെ മക്കൾക്ക് കൂടുതൽ കേസ് നൽകുന്നു എന്ന വാദം തെറ്റാണ്. ഇതൊന്നും ജഡ്ജി എന്ന നിലയിലുള്ള തൻ്റെ ചുമതലയെ ബാധിക്കില്ല. സംഘപരിവാർ സംഘടനയായ അഭിഭാഷ പരിഷത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തത് നിയമപരിപാടി എന്ന നിലയിലാണ്. ഇത്തരം നിരവധി പരിപാടികളിൽ താൻ പങ്കെടുക്കുന്നുണ്ട്. അഭിഭാഷക കൂട്ടായ്മയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാൽ എങ്ങനെ പക്ഷാപാതം ഉണ്ടാകുമെന്ന് ജഡ്ജി ചോദിച്ചു. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ തുടങ്ങി 34 വർഷത്തെ പ്രവർത്തന പരിചയമാണ് തൻ്റെ ശക്തി. ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ കെജ്രിവാളിൻ്റെ കൈവശം തെളിവില്ല. ജഡ്ജിക്ക് എതിരെ ഉന്നയിച്ച ആരോപണം കോടതിക്ക് എതിരായ നീക്കമാണ്. കെജ്രിവാളിന് താൻ നിരപരാധിയാണെന്ന് വാദിക്കാം, എന്നാൽ ജഡ്ജി കള്ളിയാണെന്ന് പൊള്ളയായ വാദം ഉന്നയിക്കരുതെന്നും ജഡ്ജി പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചാൽ അത് ഭാവിയിലും ആവർത്തിക്കും. ശക്തമായ ഹർജികൾക്ക് ഇത് ജഡ്ജിയെയും ആക്രമിക്കാൻ ഇത് വഴിവെക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ആവശ്യം തള്ളിയത്. പിന്മാറിയാൽ ജുഡീഷ്യൽ അന്തസ്സിനെ ബാധിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ അനുവദിക്കില്ലെന്നും ഭരണഘടന ഉയർത്തിയാണ് മുന്നോട്ട് പോകുന്നതെന്നും ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മ പറഞ്ഞു. CBI അപ്പീൽ ഈ മാസം 29-ന് വീണ്ടും വാദം കേൾക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.